ഇന്ത്യൻ ഭരണഘടന തൊഴിലാളികൾക്ക് കൂട്ടായ വിലപേശലിനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. സംഘടന രൂപീകരിക്കാനുള്ള അവകാശം വകവെച്ച് നൽകിയിട്ടുണ്ട്. ഇതിനെയെല്ലാം നിഷേധിക്കുന്ന ഒരു നിലപാട് ഉന്നത നീതിപീഠത്തിൽ നിന്നുണ്ടായത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വസ്തുതാപരമായി പെശകുകയാണ്. തൊഴിലാളികളുടെ സമരങ്ങൾ കൊണ്ട് ഇവിടെ വ്യവസായശാലകൾ അടച്ചുപൂട്ടുന്നു എന്നതിന് തെളിവായി എന്തെങ്കിലും ഒന്ന് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ആ നിലപാടിൽ ഞങ്ങളെല്ലാവരും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ്. CITUവിൻ്റെ 18ാമത് അഖിലേന്ത്യാ സമ്മേളനം ഡിസംബർ മാസം 31 മുതൽ ജനുവരി 4 വരെ വിശാഖപട്ടണത്താണ് നടന്നത്. ആ സമ്മേളനം തിരഞ്ഞെടുത്ത പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സഖാവ് സുദീപ് ദത്ത, ജനറൽ സെക്രട്ടറി എളമരം കരീം, ട്രഷറർ സായി ബാബു, അദ്ദേഹം ഇവിടെയുണ്ട്, സഖാവ് തപൻ സെൻ, ഇപ്പോൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ സീനിയർ ലീഡർ, ഫോർമർ പ്രസിഡന്റ്, ഫോർമർ ജനറൽ സെക്രട്ടറി. അപ്പോൾ സമ്മേളനത്തിന് ശേഷം ആദ്യമായിട്ടാണ് മീഡിയാസിനെ കാണാൻ തീരുമാനിച്ചത്. ഇവിടെ CITU സെൻറ്ററിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന നിങ്ങളുടെ എല്ലാവരോടും ഞങ്ങളുടെ സന്തോഷം അറിയിക്കുന്നു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വീണ്ടും കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. പണിമുടക്ക് പ്രചരണത്തിന് നല്ല ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ഓൾ. എന്താ പറഞ്ഞത്? യെസ്. ഇതിനിടയിലാണ് 4 വർഷം ഈ ബില്ല് പാസ്സായിട്ടും റൂൾസ് ഫ്രെയിം ചെയ്യാതെ ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങനെ മടിച്ചു നിന്നു. അപ്പോഴാണ് ഈ അടുത്ത് ഒരു അനുകൂല സാഹചര്യം വന്നു എന്നുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് സെൻട്രൽ റൂൾസ് ഫ്രെയിം ചെയ്ത് ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തത്. ആ നടപടിക്രമം പൂർത്തിയായിട്ടില്ല. അതിനുള്ള ഒബ്ജക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങളെല്ലാം ഒബ്ജക്ഷൻ കൊടുക്കുന്നുണ്ട്. ആ നടപടിക്രമങ്ങൾക്കിടയിലാണ് കർണാടക സംസ്ഥാന ഗവൺമെൻറ് സ്റ്റേറ്റ് റൂൾസ് ഫ്രെയിം ചെയ്ത്. ഈ തൊഴിൽ എന്നത് ഭരണഘടനയുടെ കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമായതുകൊണ്ട് കേന്ദ്രത്തിനും നിയമമുണ്ടാക്കാം, സംസ്ഥാനങ്ങൾക്കും നിയമമുണ്ടാക്കാം. അപ്പം സംസ്ഥാന സർക്കാരുകളുടെ തൊഴിൽ നിയമങ്ങളുണ്ട്, സംസ്ഥാന സർക്കാരുകൾ ചട്ടങ്ങൾ രൂപീകരിക്കുന്നുണ്ട്. കർണാടക ഗവൺമെൻറ് ചെയ്തത് ഈ ലേബർ കോഡിന് അനുസൃതമായ വിധത്തിൽ റൂൾസ് ഉണ്ടാക്കാനാണ് ഇപ്പോൾ റൂൾസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലേബർ കോഡിൽ ഉള്ള വ്യവസ്ഥകളെക്കാൾ തൊഴിലാളി വിരുദ്ധമായ വ്യവസ്ഥകളാണ് ഈ പുതിയ ചട്ടങ്ങളിൽ കാണുന്നത്, ഈ നിർദ്ദിഷ്ട ചട്ടങ്ങളിൽ കാണുന്നത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. BJPയുടെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ പോലും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് കോൺഗ്രസിൻ്റെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. കേരള ഗവൺമെൻറ് ഈ ലേബർ കോഡുകൾ നടപ്പാക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തൊരു ലേബർ കോൺക്ലേവ് സംഘടിപ്പിച്ചു. ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് മുൻകൈയെടുത്ത് മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ഈ ലേബർ കോഡ് തൊഴിലാളി വിരുദ്ധമാണെന്നും കേരളത്തിൽ അത് നടപ്പാക്കിയില്ല എന്നും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ആ പ്രസംഗത്തിൻ്റെ കോപ്പി ഇവിടെ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അവിടെ ദേശീയ ട്രേഡ് യൂണിയൻ നേതാക്കൾ, നിയമജ്ഞന്മാർ, സാമൂഹ്യ പ്രവർത്തകർ ഇവരെല്ലാം പങ്കെടുത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി അതിനെ എതിർക്കാൻ തീരുമാനിച്ചു. അതുകൂടാതെ ഭരണഘടനാ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് എന്തെല്ലാം ചെയ്യാൻ കഴിയും, ഈ കേന്ദ്ര നിയമത്തെ തടഞ്ഞു നിർത്തത്തക്ക നിലയിൽ സ്റ്റേറ്റ് നിയമവും റൂൾസും എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് പഠനം നടത്തി റിപ്പോർട്ട് നൽകാൻ ഒരു കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്യാൻ ലേബർ കോൺക്ലേവ് തീരുമാനിച്ചു. റിട്ടയർഡ് സുപ്രീം കോടതി ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളൊരു കമ്മിറ്റിയെ അത് ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്തു. ആ കമ്മിറ്റി ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഒരു 2 ആഴ്ചക്കുള്ളിൽ അവരുടെ ഫസ്റ്റ് റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഒരു ഗവൺമെൻറ് തെളിയിക്കുമ്പോൾ മറ്റൊരു ഗവൺമെൻറ്, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വ തലത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ഗവൺമെൻറ് കടുത്ത തൊഴിലാളി വിരുദ്ധമായ ഒരു നിലപാടിലേക്ക് പോയത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇതിൽ നിന്ന് പിന്തിരിയണമെന്ന് ആവശ്യപ്പെടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തെ ഞങ്ങൾ സമീപിക്കുന്നുണ്ട്. ഇത്തരം നിലപാടിൽ നിന്ന് INTUC ഉൾപ്പെടെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ചേർന്ന് ഒരു ദേശീയ പണിമുടക്കിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ ലേബർ കോഡ് നടപ്പാക്കാൻ
സംസ്ഥാനത്ത് കർണാടക സംസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്, വേദനാജനകവുമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിയണമെന്ന് കർണാടക ഗവൺമെൻറ്റിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കോൺഗ്രസ് നേതൃത്വത്തെ നേരിൽ കണ്ട് സംസാരിക്കാനും കത്ത് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.